ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിനിതയാണേ. ഞാനൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു ഞണ്ട് ഞാൻ ഒരു 4-5 ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് വൃത്തിയാക്കി, ചെറുതാണ്, വൃത്തിയാക്കി വെച്ചതാണ്. നമ്മൾ ഇതാ അങ്ങനെ മുറിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കുകയാണ്. ഇത് ഇന്നലെ രാത്രിയിൽ ഏട്ടനെ കോഴിക്കോട് പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. എടുത്ത് ഫ്രീസറിൽ വെച്ചു. അപ്പം ഞണ്ട് അങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചാലും അത് നാശമായി പോവും. അത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളമായി പോകുന്നില്ല. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല. നമ്മളെപ്പോൾ കൊണ്ടുവന്നാലും കൊണ്ടുവരികയും പെട്ടെന്ന് വെക്കുക ചെയ്തിട്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ അത് കുറച്ച് വെള്ളമായിപ്പോയി. അപ്പോൾ എനിക്ക് ആ ഒരു പ്രയാസം, അത്രയും നാശമായി പോയതുകൊണ്ട് ബാക്കിയുള്ളതുണ്ട്. ഞാനത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റോസ്റ്റ് ഉണ്ടാക്കണം, നിങ്ങളെ കാണിച്ചു തരാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ അടുപ്പ് കത്തിച്ച് വെച്ചത് നിങ്ങളെ കാണിച്ചില്ല. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണേ. ചൂടായിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ, ചെറിയൊരു പീസ് കേട്ടോ, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇതൊക്കെ ചതച്ചതാണേ. 4-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 2 സവാള ഉണ്ടാവും. ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് വലിയൊരു ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇടാൻ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ചെറുതായിട്ട് കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ കേട്ടോ, ഒരുമിച്ച് വാരി ഇടരുത്. ഞണ്ടിനൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോവും. നമ്മൾ കൂണൊക്കെ വെക്കുന്ന പോലെ ഒക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ആ സാധനങ്ങൾക്കൊക്കെ ഉപ്പ് പെട്ടെന്ന് കൂടുതലാവും. അപ്പോൾ കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. ഒന്ന് മൂത്ത് വരട്ടെ, ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് നമ്മളൊന്ന് ഇളക്കിയിട്ട് ഇതിനൊരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു കൂമ്പന കേട്ടോ, കുമിച്ചിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി. അതിന് ശേഷം നമുക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി കേട്ടോ. അത് എരിവുള്ള മുളക് പൊടിയാണ്, പിരിയമുളക് പൊടിയല്ല. നന്നായിട്ട് ഇതൊന്ന് മൂക്കട്ടെ. അതിലേക്ക് നല്ലോണം പഴുത്തൊരു തക്കാളി കേട്ടോ, ഇടത്തരം വലിപ്പമുള്ളൊരു തക്കാളി. ഇനി നമ്മുടെ ഞണ്ട് ചേർക്കാൻ പോവാണ്. അപ്പം ഇതതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളിരിക്കുന്ന വെള്ളത്തോടെ ഇടണം കേട്ടോ, അതിൻ്റെ ഒക്കെ അതിൻ്റെ സത്തുകളാണ്, ഒന്നും പോകാനില്ല. അതിൻ്റെ കാലുകൾ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് അത് കുറച്ച് പണി, നമുക്ക് കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. പക്ഷെ എന്നാലും അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം കേട്ടോ. നമ്മൾ റോസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ലോണം വെള്ളം വേണ്ട, പെട്ടെന്ന് വേകുന്ന സാധനമാണ്. സീ ഫുഡ് ഐറ്റംസ് എല്ലാം അധികം വേവുള്ളതില്ല. ഇതൊന്ന് നമ്മളിനി ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഇത്തിരി കഴിയുമ്പോൾ നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. ഒന്ന് ആവി കയറട്ടെ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് നന്നായിട്ട് കുരുമുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വലിയ തീ വെക്കണ്ട, ചെറിയ തീയിൽ ഇങ്ങനെ ഉരുളക്കിഴങ്ങുള്ളതുകൊണ്ട് അതിങ്ങനെ ഒന്ന് പെരണ്ടിരിക്കും. അപ്പോൾ ചെറിയ തീയിൽ അതൊന്ന് കിടന്ന് ഡ്രൈ ആയി വരട്ടെ. ഒരു പൊട്ട് കുടംപുളി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കും.
പുളി ചേർക്കുന്നൊരു സാധനമല്ല, മധുരമുള്ള ഒരു മാംസമാണ് ഈ ഞണ്ടിൻ്റെത്. അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ കുടംപുളി ഇട്ട് കൊടുക്കണേ. ഞാനൊരു കുടംപുളിയുടെ പീസ് ഇങ്ങനെ പിച്ചി പറിച്ചതാണ്. ഇപ്പം കഴുകി റെഡിയാക്കിയിരിക്കുന്നതായി. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഇവിടെയായിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആ മധുരിക്കുന്ന മാംസം ആയതുകൊണ്ട് ഇത് ചേരുന്നതാണ് ഇതിൻ്റെ ഒരു രുചി. അപ്പോഴാണ് ആ മാംസം ഒരു ടേസ്റ്റായിട്ട് വരും. ഓവർ പുളി വേണ്ട, ചെറിയൊരു പുളിപ്പ്. ഇതിങ്ങനെ ചെറുതീയിലിരുന്നിങ്ങനെ വേവട്ടെ. നമുക്കൊന്നിട്ട് ഇളക്കി നോക്കാം. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ ഇത് ഇളക്കി വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പം നമ്മളിടയ്ക്കൊക്കെ തുറന്ന് ഇളക്കുകയൊക്കെ വെക്കണം. അധികം വേവുള്ള സാധനമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഉപ്പൊക്കെ നിങ്ങൾ നോക്കുക. ഇതിനിപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. ഇത്ര നേരം കൂടെ ആയതിനു ശേഷം വേണം നമുക്ക് ഓഫാക്കി വെക്കാൻ. ചെറുതീ മതി, നല്ല ഫ്ലെയിമിൽ വെക്കണ്ട. ഇത്ര നേരം കൂടി ഇരിക്കട്ടെ. ഞാനതൊന്ന് തുറക്കുകയാണ്. അപ്പം അതിലേക്ക് ഇങ്ങനെ കുറച്ച് കറിവേപ്പില തൂളി കൊടുത്തു. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മതി കേട്ടോ. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാണ്. വീണ്ടും അത് അടച്ചവിടെ ഇരിക്കട്ടെ. ഞാൻ വിളമ്പുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മളിത് വിളമ്പാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ്. അത് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് ഉരുളൻകിഴങ്ങും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ നല്ല പെരണ്ടായിരിക്കണം. റോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഗ്രേവി ഉള്ള കൂട്ടല്ല. ഗ്രേവി ഉണ്ടാകുമ്പോഴേ അത് പിന്നെ കളയും, അല്ലെങ്കിൽ പിന്നെ വറുത്തരച്ചൊക്കെ വെക്കണം. 2 കാലൊക്കെ ഇരിക്കട്ടെ. നല്ല വാസനയാണ് കേട്ടോ. കൊതി വരുന്നുണ്ട് കഴിക്കാൻ. കഴിച്ചു നോക്കൂ. എനിക്കിത് തിന്നാഞ്ഞിട്ട് നല്ല മാംസം ഉണ്ട് അല്ലേ? നോക്ക്, നല്ല മാംസം കണ്ടോ. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നോക്ക് ലേശം. സൂപ്പർ സൂപ്പർ സൂപ്പർ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കഴിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. അപ്പം എല്ലാവരും റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്നും പറയണ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.